ഹാപ്പി ഈസ്റ്റർ. ഈ മനോഹരമായ പ്രഭാതത്തിൽ നിങ്ങൾക്ക് സ്നേഹം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ഡൽഹിയിൽ നിന്നും ജോർജ് നെടുമ്പാറ. മരണത്തിനപ്പുറം ജീവനുണ്ട്, കല്ലറയ്ക്കപ്പുറം പ്രത്യാശയുമുണ്ട്, കുരിശിനപ്പുറം ഉയർപ്പുണ്ട്. ഇതാണല്ലോ ഇന്നത്തെ പ്രഭാത സന്ദേശം. ഈ വാക്കുകൾ കേവലം വിശ്വാസ പ്രമാണങ്ങൾ മാത്രമല്ല കേട്ടോ, ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ വഴികളിൽ വെളിച്ചം വീശുന്ന വലിയൊരു സത്യമാണ്. ഈസ്റ്റർ നമുക്ക് നൽകുന്ന വലിയൊരു സത്യം, അവസാനിക്കാത്ത പ്രത്യാശയുടെ സന്ദേശമാണിത്. ഞാൻ ഈ പ്രത്യാശയുടെ കാര്യം പറയുമ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുമായിട്ട് സംസാരിച്ചിരുന്നു. നല്ലത് ഭവിക്കും എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടെങ്കിൽ അത് നമ്മളെ ആത്മവിശ്വാസത്തിലേക്ക് നയിക്കുമെന്ന്. ആ വിശ്വാസം ഇല്ലാതിരിക്കുന്ന എന്തുകൊണ്ടാണ്? നല്ലത് ഭവിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ എന്താ കുഴപ്പം? എന്തെങ്കിലും നഷ്ടമുണ്ടോ? 50% നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. നല്ലത് ഭവിക്കുമെന്ന വിശ്വാസത്തിലൂടെ മുന്നേറുമ്പോൾ, വിശ്വാസത്തിൻ്റെ മനഃശാസ്ത്രമായ കരുത്താണത്. ഈ വിശ്വാസം നമുക്ക് എന്താ നൽകുന്നത്? എന്ത് സൈക്കോളജിക്കൽ ബെനിഫിറ്റാണ് വിശ്വാസത്തിൽ നമുക്ക് ലഭിക്കുന്നത്? മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ പ്രത്യാശ, ഹോപ്പ് എന്നത് മനുഷ്യൻ്റെ മാനസികാരോഗ്യത്തിൻ്റെ ഏറ്റവും വലിയ നെടും തൂണാണ് ആണല്ലോ. അത് അതിജീവനത്തിൻ്റെ കരുത്താണ്. പ്രതിസന്ധികളിൽ തളരാതിരിക്കാനും ഇതും കടന്നു പോകും എന്ന ചിന്തയോടെ മുന്നോട്ട് കുതിക്കാനും എന്ത് നമ്മെ സഹായിക്കുന്നു? പ്രത്യാശ നമ്മെ സഹായിക്കുന്നു. അതാണ് പ്രത്യാശയുടെ പവർ എന്ന് പറയുന്നത്. നാളെയെക്കുറിച്ചുള്ള ഭയത്തെ മറികടക്കാൻ മരണത്തിനപ്പുറം പോലും പ്രകാശമുണ്ട് എന്ന ഈ അടിയുറച്ച വിശ്വാസം മനസ്സിന് വലിയൊരു സുരക്ഷിതാബോധം, അതായത് സെൻസ് ഓഫ് സെക്യൂരിറ്റി നമുക്ക് നൽകുന്നുണ്ട്. ഇത് സമ്മർദ്ദങ്ങളെ കുറയ്ക്കാനും സമാധാനം കണ്ടെത്താനും സഹായിക്കുന്നു. എങ്ങനെ യുക്തമായി ചിന്തിച്ചാലും ഇതിനൊരു ലോജിക്കുണ്ട്. ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? അത് വെറുമൊരു വാക്കല്ല, കർമ്മത്തിൻ്റെ വിത്താണ്. നിങ്ങൾ എവിടെ വിശ്വസിക്കണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. പക്ഷേ എവിടെയെങ്കിലും ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസമില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും, അല്ലെങ്കിൽ പ്രകൃതി നമ്മളെ പെടുത്തിക്കളയും. അതുകൊണ്ട് വിശ്വാസം എന്നത് വെറും വാക്കല്ല, കർമ്മത്തിൻ്റെ വിത്താണ്. പ്രവൃത്തിയില്ലാത്തൊരു വിശ്വാസമുണ്ടല്ലോ, അത് നിർജീവമാണ്, അതിനൊരർത്ഥവുമില്ല. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശ്വാസം എന്നത് ഉള്ളിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല എന്നാണ്. കല്ലറ പിളർത്തെഴുന്നേറ്റവൻ്റെ സ്നേഹം നമ്മളിൽ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കുന്ന നന്മയായി മാറണം. വെറും വിശ്വാസമായിട്ട് നടക്കേണ്ട കാര്യമില്ല. അതിരുകൾ ഭേദിക്കുന്ന ഒരു സ്നേഹമാണ് അവിടെയുള്ളത്. വർഗീയതയുടെയും വിഭാഗീയതയുടെയും വേലിക്കെട്ടുകൾ മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയതാണ്. ആർക്കെങ്കിലും സംശയമുണ്ടോ? മതങ്ങൾ മനുഷ്യനുണ്ടാക്കിയതാണ്. ഒരു മതം പോലും ഒരു ദൈവവും ഇവിടെ വിഭാവനം ചെയ്തിട്ടില്ല. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്ദേശം എല്ലാ അതിരുകളെയും ഭേദിക്കുന്ന ഒന്നാണ്. ഒരു മെഴുതിരി മറ്റൊരു മെഴുതിരിയെ കത്തിക്കുമ്പോൾ അതിന് ജാതിയോ മതമോ എന്തെങ്കിലും ഉണ്ടോ? അത് നോക്കിയാണോ ഒരു മെഴുതിരി മറ്റൊരു മെഴുതിരിയിലേക്ക് പ്രകാശം പരത്തുന്നത്? പ്രകാശം പകരുക എന്നതാണ് അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ പ്രവർത്തനങ്ങളിൽ ഒരു ഉയർപ്പുണ്ട്. എന്താ പ്രവർത്തനങ്ങളിലെ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ? ദാരിദ്ര്യത്തിൽ കഴിയുന്നവൻ്റെ വിശപ്പ് അകറ്റുന്ന കൈകളാണ് ഉയർപ്പിൻ്റെ യഥാർത്ഥ സാക്ഷ്യമെന്ന് പറയുന്നത്. വേദനിക്കുന്നവന് താങ്ങാവുക, തകർന്നവന് ആശ്വാസം നൽകുക, വിദ്വേഷം പകരുന്നിടത്ത് സ്നേഹം വിതയ്ക്കുക. ഇതാണ് വിശ്വാസത്തിൻ്റെ യഥാർത്ഥ കർമ്മം എന്ന് പറയുന്നത്. നമുക്കറിയാമോ, ഈ ജീവിതത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഇത് മഹാനായ ടോൾസ്റ്റോയ് പറഞ്ഞതാണ്. ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം മറ്റുള്ളവരുടെ യാതനകൾ, വേദനകൾ ലഘൂകരിക്കാനും ദുരീകരിക്കാനും ചെയ്യാനുള്ളൊരു യത്നമാണ് വിശ്വാസത്തിൻ്റെ യഥാർത്ഥ കർമ്മം, ജീവിതത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത്.
അപ്പോൾ ഒരു പുതുപുലരിയുടെ പ്രത്യാശയാണ് നമുക്ക് വേണ്ടത്. ഈസ്റ്റർ ഒരു ഓർമ്മപ്പെടുത്തലാണ്. എത്ര വലിയ കരിങ്കല്ലുകൾ നമ്മുടെ മുന്നിൽ തടസ്സമായി വന്നാലും അതിനപ്പുറം ജീവനുണ്ട്. മഞ്ഞുകാലം എത്ര കഠിനമായി വന്നാലും വസന്തം വരിക തന്നെ ചെയ്യും എന്നത് പ്രകൃതിയുടെ നിയമമാണ്. അതുകൊണ്ട് ദുഃഖവെള്ളിയുടെ കയ്പും കുരിശിൻ്റെ ഭാരവും ഒടുവിൽ അവസാനിക്കുന്നത് ഇവിടെയാണ്, ഉയർപ്പിൻ്റെ മനോഹരമായ പ്രഭാതത്തിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം സങ്കുചിതമായ ചിന്തകളുടെ കല്ലറകൾ തകർത്ത് സ്നേഹത്തിൻ്റെയും നന്മയുടെയും വിശാലമായ ലോകത്തേക്ക് നടന്ന് നമുക്ക് കയറാം. നമ്മുടെ വിശ്വാസം വാക്കുകളിൽ മാത്രമല്ല, മറ്റുള്ളവർക്ക് ആശ്വാസവും സന്തോഷവും പകരുന്ന പ്രവർത്തനങ്ങളിൽ പ്രകടമാകട്ടെ. ഏവർക്കും പ്രത്യാശ നിറഞ്ഞ ഒരു ഈസ്റ്റർ ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.